ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഒന്നാമത്തെ ദിവസം ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയി കാണുക. അതായത് നമ്മളൊരു 3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ബാംഗ്ലൂരിൽ എത്തുന്നവരാണെങ്കിൽ 3 ദിവസം എവിടെയൊക്കെ പോകാമെന്നുള്ളതാണ് ഈ 3 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ വീഡിയോ താഴത്തുണ്ട്, KSRTC യാത്ര മുതൽ പിന്നെ ബാംഗ്ലൂരിൽ എത്തിയതിന് ശേഷം അന്നത്തെ ദിവസം പോകേണ്ട ഒരു സ്ഥലം. പിന്നെ രണ്ടാമത്തെ ദിവസമാണിത്. സോ മടിവാളയിലാണ്. മടിവാളയിൽ ഞാൻ ആദ്യം പരിചയപ്പെട്ട മനുഷ്യനാണ് അറുമുകണ്ണൻ. ഇവിടെ വെറ്റില കച്ചവടമാണ്. കഴിഞ്ഞ 36 വർഷമായിട്ട് ബാംഗ്ലൂരിൽ വെറ്റില കച്ചവടം ചെയ്യുന്നു. ആൾ ഇവിടെ തന്നെ സെറ്റിൽഡാണ്. സോ സേലം സ്വദേശിയാണ്. എന്തായാലും രാവിലെ തന്നെ വന്നപ്പം ആളെ പരിചയപ്പെടാൻ പറ്റിയതിലും ഒരു പുതിയ ബന്ധം സൃഷ്ടിക്കാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. എന്തായാലും നമ്മൾ ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മടിവാളയിൽ തന്നെ ചെറിയ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ നിന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. എന്തായാലും നല്ല ഒരു മസാല ദോശയും ചായയും കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉണ്ണിയേട്ടൻ മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. സോ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും മടിവാളയിൽ നിന്ന് നമ്മൾ ബസ് കയറണം. മടിവാള ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. ആ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടുന്നാണ് നമുക്ക് ബസ് കിട്ടുക. അതോ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്ന് 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്, 40 രൂപ രണ്ടാൾക്ക്. നേരെ ലാൽബാഗിലേക്കാണ് പോകുന്നത്. ലാൽബാഗ് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. 200 വർഷത്തെ ഹിസ്റ്ററി പറയാനുണ്ടാവും നമ്മുടെ ലാൽബാഗിന്. എന്തായാലും ലാൽബാഗിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 10 രൂപയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് DSLR ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 30 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. സോ അപ്പം നമ്മൾ ബാംഗ്ലൂരിൻ്റെ ഈ ലാൽബാഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചകളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൻ്റെ ഒരു ഓക്സിജൻ സിലിണ്ടറാണ്. കാരണം ഇവിടെ ബാംഗ്ലൂർ താമസിക്കുന്ന ആൾക്കാർക്ക്, സ്ഥിരതാമസമുള്ളവർക്ക് ഇതൊരു ഓക്സിജൻ സിലിണ്ടർ ആയിരിക്കും. കാരണം അത്രയും പൊല്യൂഷനാണ് ഇവിടെ. അത്രയും ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഏരിയ, അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളുള്ള ഒരു സ്പേസിൽ ഇതുപോലെ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെയുള്ള ഒരു സ്പേസിൽ വന്നിരുന്നാൽ കുറച്ച് സമയം നല്ല ഓക്സിജൻ ശ്വസിക്കാം. അതായിരിക്കും ലാൽബാഗിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതാ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ കയറാം. ഒരാൾക്ക് 100 രൂപയും കണ്ടാണ്. ഈ സ്ഥലം മൊത്തം അവർ കാണിക്കും. പിന്നെ അവർ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ആ വണ്ടിയിലുള്ള ആൾ തന്നെ പറഞ്ഞു തരും ചെയ്യും. സോ ഇനി ഇവിടെ ഒരു പ്രത്യേക സംഭവമുണ്ട്. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഈ ഗ്ലാസ് ഹൗസ് കാണാനാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. നല്ല രസമുള്ള ഒരു സംഭവമാണ്. ഫുള്ളും ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പേസ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് ലാൽബാഗിൽ കാണാനുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഓക്സിജൻ സിലിണ്ടറാണ് ഇവിടെ സ്ഥിരതാമസമുള്ളവർക്ക്. അപ്പം ബാംഗ്ലൂരിലുള്ള സ്ഥിരതാമസമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു നിങ്ങളുടെ ഞാൻ പറഞ്ഞതിനോടുള്ള അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സോഡ ഇവിടെ കിടക്കുന്ന അത്
ഇതിൻ്റെ പേരാണ് ഗോലി സോഡ. ഗോലി സോഡയ്ക്ക് ഇവിടെ 80 രൂപയാണ്. ഒരു സോഡേൻ്റെ വിലയാണ് 80 രൂപ. കുറച്ച് പ്രയാസമാണ് ഇതിൽ കിട്ടണമെങ്കിൽ. ഒരു ഗോലിയുണ്ട് ഉള്ളിൽ ഇറക്കിയിട്ടേക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടി മെല്ലെ 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 ഇങ്ങനെ സിപ്പായിട്ട് ഇറങ്ങി വരികയുള്ളൂ. എന്തായാലും കണ്ടപ്പം ടേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഗോലി ഇങ്ങോട്ട് വരുന്ന ഒരു ലക്ഷണമില്ല. ഓക്കെ, അപ്പം ലാൽബാഗിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇപ്പോൾ നമ്മളെന്തായാലും കണ്ടു. സോ ഇനി നമ്മൾ ലാൽബാഗിൽ നിന്ന് പുറത്തേക്ക് പോകണം. ലാൽബാഗിന് ശരിക്കും 4 ഗേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കയറിയത് വേറെ ഫസ്റ്റ് ഗേറ്റ് കൂടിയാണ്. ആ ഫസ്റ്റ് ഗേറ്റ് കൂടി വരുന്നത് സെക്കൻഡ് ഗേറ്റ് കൂടി നമ്മൾ ഇറങ്ങുന്നത്. സോ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷനിൽ നമ്മൾ പോകാൻ പോകുന്നത് അടുത്തത് ഒരു മാളിലേക്കാണ്. ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള മാളാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ലാൽബാഗിൽ നമുക്ക് ഒരു 3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുണ്ട്. ഒരു ദിവസം നമ്മൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങുമ്പോൾ 12 മണിയോളമായി. ഇനിയിപ്പം മെട്രോ ഒക്കെ പിടിച്ച് അടുത്തത് പൊനിക്സ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും പൊനിക്സ് മാളിൽ പോവാം. അതിന് മുന്നേ ഞാനൊരു വിശേഷം പറയാം. ഞാൻ ഇതിന് മുന്നേ മെട്രോയിൽ കയറിയിട്ടില്ല. മെട്രോയിൽ കയറുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി, പക്ഷെ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാൽബാഗിൻ്റെ 4th ഗേറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് കയറാൻ ഏകദേശം ഒരു 100-150 മീറ്റർ ഉള്ളൂ നടക്കാൻ. ആ 150 മീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷനിൽ കയറാൻ പോവുകയാണ് നമ്മൾ. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടി ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെയർ. ആ സ്റ്റെപ്പ് കയറുക, നേരെ പോകാം. ഇവിടെ നിന്ന് എനിക്ക് ഒരു പണി കിട്ടിയിട്ടു. ആ പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെട്രോയിൽ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വീഡിയോ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും പ്രശ്നമില്ല. മെട്രോയിൽ നമ്മൾ ആ ട്രാക്കിൻ്റെ അവിടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കതിന് മുന്നേ തന്നെ പണി കിട്ടി. ഞാൻ ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് മെട്രോ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, ടോക്കൺ കൗണ്ടർ. അപ്പോൾ ആ ടോക്കൺ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അവിടെ ഒരു ചെറിയ സ്ക്രീനുണ്ട്. അതോ ഈ ടോക്കൺ കൗണ്ടറിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക്
നമ്മുടെ ടിക്കറ്റിൻ്റെ എത്രയാണ് നമ്മുടെ ടിക്കറ്റ് എന്നൊക്കെ കാണിക്കും, 20-30 രൂപ 40 രൂപ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റേഷൻ്റെ ഉള്ളിലൊരു പെഡലും വെള്ളം എന്നെ പിടിച്ചിട്ട് അലക്കി എന്ന് ചീത്ത പറഞ്ഞു കുറേ. പിന്നെ ഇവിടുന്ന് ക്യാമറ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതും പറഞ്ഞു, ഇവിടുന്ന് 2000 രൂപ ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞു, മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ എന്തായാലും ആ ഒരു കുറച്ച സമയം ഞാനൊന്ന് പാനിക്കായി, പിന്നെ പിടിച്ച് ചവിട്ടി കൂട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാം ഞാൻ ഡീൽ ചെയ്തു. എന്തായാലും ഇനി നമ്മൾ ഫിനിക്സ് മാളിലേക്കാണ്. നമ്മുടെ മെട്രോയുടെ ഉള്ളിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും ഫിനിക്സ് മാളിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെട്രോ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മൾ ഫിനിക്സ് മാളിലേക്ക്. കുറച്ച് ദൂരം, ഒരു 1/2 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ താരം ഫിനിക്സ് മാൾ. അപ്പം നമുക്ക് ഇതിനുള്ളിൽ കയറി നോക്കാം അല്ലേ. ഫിനിക്സ് സിറ്റി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഫിനിക്സ് മാള് ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് ഫിനിക്സ് മാൾ. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. കാണുന്ന അതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോയെങ്കിലും സീറ്റ് കിട്ടാത്തത് കാരണം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. അത്രയ്ക്കും തിരക്കാണ്. ബാക്കി എവിടെയും തിരക്കില്ല, എന്നാലും ഈ പറഞ്ഞ ഫുഡ് കോർട്ടിൽ എടുക്കാത്ത തിരക്കാണ്. എന്തായാലും ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ മാള് കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇനി തിരിച്ച് നമ്മൾ നാട്ടിലേക്കല്ല, റൂമിലേക്ക് പോകാനുള്ള സമയമായി. ഏകദേശം 4 മണിയായി ഇപ്പം തന്നെ. ഇനി ഇവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് നമ്മൾ റൂമിലെത്തുമ്പോഴേക്കും ഒരു 5-6 മണിയാവും. ശരിക്കും ഇന്ന് ഒന്നെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോർമംഗല പോവാം. കോർമംഗല പബ്ബിലൊക്കെ പോയിട്ട് ഇറങ്ങാം. പക്ഷെ പബ്ബിൽ നമ്മൾ നാളെ പോകാൻ തീരുമാനിച്ചു. ഇന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം, നാളെ കാണാം. അപ്പം ബായ്. അപ്പോൾ ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം നമുക്ക് 2 സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പോകാൻ സമയമുള്ളൂ. അതുകൊണ്ടാണ്, വേണമെങ്കിൽ ഇനിയും പോവാം. പിന്നെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് നന്ദി ഹിൽസ് കാര്യങ്ങളൊക്കെ പോകാം. പക്ഷേ ഞാൻ നന്ദി ഹിൽസ് ഒന്നും പോയിട്ടില്ല. കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്ന് ഏകദേശം 60-70 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം എല്ലാം കൂടി കഴിയാത്തത് കൊണ്ട് ഞാൻ പോയില്ല. ഇത് നമ്മളെ നെഹദി മന്തി ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂരിൻ്റെ രാത്രി തിരക്കുകൾ രാവിലെ തിരക്കുകളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോയോട് ബൈ. അപ്പോൾ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.